ഉള്ളതേ പിന്നെ ഭീംബേഡ്കയിലാണ്. ഭീംബേഡ്ക ഇവിടെ അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് മനുഷ്യർ താമസിച്ചതിന് തെളിവ് ലഭിച്ച പ്രദേശമാണ് ഭീംബേഡ്ക. മധ്യപ്രദേശിലാണ്. ഭോപ്പാലിൽ നിന്ന് ഒരു 45 കിലോമീറ്റർ ദൂരത്താണുള്ളത്. ഒരുപാട് ചിത്രങ്ങളുണ്ട് ഇവിടെ, ഗുഹാചിത്രങ്ങളുണ്ട്. ഏകദേശം ഇവിടെ 10,000-ലധികം വർഷം മുന്നേ തന്നെ നമ്മുടെ പിന്നെ പാലിയോലിത്തിക്കും അതുപോലെ മെസോലിത്തിക്കും പ്രാചീന ശിലായുഗം മധ്യശിലായുഗത്തിലൊക്കെ മനുഷ്യന്മാർ താമസിച്ചതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല പല സ്ഥലത്തും കൂടെ വരച്ച ചിത്രങ്ങളുണ്ട്. ഇപ്പോൾ അവിടെ ഉള്ളത് ഇത് പല സ്ഥലത്തും നമുക്ക് പിന്നെ ഒരുപാട് ചിത്രങ്ങൾ കാണാം. ഇപ്പോൾ അവിടെ കാണുന്നില്ലേ ഒരു ആനയുടെ ചിത്രമാണ്. ആനയുടെ ചിത്രം അവിടെ കാണുന്നത് മേലെയുണ്ട്. അപ്പോൾ പിന്നെ ഇത് വരച്ചിരിക്കുന്ന നമ്മുടെ ഈ പലതരത്തിലുള്ള നിറക്കൂട്ടുകൾ പ്രകൃതിയാൽ ലഭിക്കുന്ന കൂട്ടുകൾ ഉപയോഗിച്ചാണ്. അതായത് സസ്യങ്ങളുടെ ചാറ് അതുപോലെ ചെങ്കൽപ്പൊടി മറ്റു വസ്തുക്കളൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് പാറയിൽ ഇങ്ങനെ ഊർന്നിറങ്ങുക ചെയ്യുക. കറക്റ്റ് വെയിലും അതുപോലെ മഴയും പിന്നെ കറക്റ്റ് കൊള്ളാത്ത സ്ഥലങ്ങളിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇത് വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ഇതേ അതുപോലെ മറ്റൊരു ചിത്രമാണ് കാട്ടുപോത്തിൻ്റെ ചിത്രം. ഇവിടെ അവിടെ അതും കാട്ടുപോത്തിൻ്റെ ചിത്രമാണ്. ഇവിടെ ചിത്രം കണ്ടില്ലേ, അത് ഗ്രൂപ്പ് ഡാൻസ് ചിത്രമാണ്. ഓക്കെ, ഇങ്ങോട്ട് പല സ്ഥലം ചിത്രങ്ങൾ നോക്കാം. അതോടെ കൊമ്പുള്ള മൃഗത്തിൻ്റെ ചിത്രമുണ്ട് കണ്ടോ. ഒരു കൈപ്പത്തിയുടെ ചിത്രം അവിടെ ഉണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ചെങ്കൽപ്പൊടിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചെങ്കൽപ്പൊടി എന്നിട്ട് ഇതിൽ ഊർന്നിറങ്ങും. അത് മഴ അതുപോലെ വെയിൽ ഡയറക്റ്റായിട്ട് പതിക്കാത്ത സ്ഥലങ്ങളാണ് ചിത്രങ്ങൾ മൊത്തം ഉള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിത്രങ്ങൾ അപ്പുറത്തുള്ളിൽ ഒരു വരച്ചിട്ടുള്ളത് ഇങ്ങനത്തെ സ്ഥലങ്ങളാണ്. ഏകദേശം 750 പാറകൾ 750 റോക്ക് ഷെൽട്ടേഴ്സ് ഇവിടെ ഉണ്ട്. ഒരു 500-എണ്ണത്തിലോ ഇങ്ങനത്തെ പെയിൻറ്റിങ്ങുകളുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് പെയിൻറ്റിങ്ങുണ്ട്. അപ്പോൾ ഇതൊരു അങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. 750 എണ്ണം ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 500-എണ്ണത്തിലാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ.